ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നെയിം ഈറ്റിംഗ് ചലഞ്ചാണ്. അപ്പോൾ അത് ഇവനെ അറിയില്ല, വീഡിയോ കാണിക്കണ്ട, അറിയാമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ധൻവിൻ കൃഷ്ണ എന്നാണ് ഇവൻ്റെ പേര്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് ധനു എന്നാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇവൻ്റെ ഫുൾ നെയിമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. അല്ല, ഫുൾ നെയിം അല്ല, മറന്നതാണ്. ഇവൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നെ എല്ലാവരും എൻ്റെ ഫുൾ നെയിമാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ പേര് അൻവിക എന്നാണ് കേട്ടോ. അപ്പം എൻ്റെ അൻവിക എന്നും ധനു എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ധൻവിൻ എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. കൃഷ്ണ നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ധൻവിൻ എന്നാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത്, എന്നെ അൻവിക എന്നാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് അൻവിക ജസിന ബിനീഷ് എന്നാണ്. അപ്പം അതിനെ മാറ്റി ഞാൻ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് അൻവിക മാത്രം എന്നെ കൊണ്ടാണ് എൻ്റെ അങ്ങനെ ഇടുന്നത്. ധനുവിൻ്റെത് ധൻവിൻ എന്നാണ് വിളിക്കുക. പക്ഷെ ഞങ്ങളെ അധികം ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവില്ലേ നമ്മുടെ ഫാമിലിയിൽ, അവരെല്ലാം ധനു എന്നാണ് വിളിക്കുക. അപ്പം എന്നെ പോലെ ഞാൻ ധനു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തുടങ്ങാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ഫസ്റ്റ് എൻ്റെ ലെറ്ററിൽ ഫസ്റ്റ് എ ആണുള്ളത്. അപ്പം എ വെച്ചിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഗൈസ്, ധനു ഇരുന്ന്, അപ്പോൾ ധനുവിനെ കൊണ്ട് ഒരു ചലഞ്ച് ചെയ്ത് അവൻ അടങ്ങിക്കൂല ഗൈസ്, അതാണ് പ്രശ്നം. ധനു ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ധനുവിൻ്റെ പ്ലേസ് എൻ്റെ ഇവിടെ ആയിരുന്നു, പക്ഷെ അവൻ അവിടെ ഇരിക്കുന്നില്ല. അപ്പോൾ ധനു ഇത് അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആൽമണ്ട് ആണ് എടുക്കുന്നത്. ചായൻ്റെ പാത്രത്തിലുള്ള ഒരു ആൽമണ്ട് ആണ്. അപ്പോൾ അതാ ഒന്നേ കഴിക്കുന്നുണ്ട്, കാരണം കുറേ കഴിക്കാൻ ഞങ്ങൾക്കുള്ളതാണ്. ഫോർ ആൽമണ്ട് കഴിച്ചിട്ടുണ്ട്. എൻ്റെ പേരിൽ മാത്രമല്ല ഗൈസ്, ധൻവിൻ കൃഷ്ണ എന്നുള്ള പേരിൽ എ ഉണ്ട്. അപ്പം എ ഫോർ ആൽമണ്ട് ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റും എൻ്റെ ലാസ്റ്റും എ ആണ്. അപ്പോൾ ഇതാ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ആയിരിക്കാം. ഇതിനകത്ത് എന്താണ് ധനുവിൻ്റെ ധൻവിലുള്ള ഒരു എ ഉണ്ട്, DHA വരുന്നുള്ള എ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ധനും ഞാനും ആൽമണ്ട് ഇതാ കഴിച്ചിട്ട് നമ്മളുടെ എ ലെറ്റർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വേറെ നമുക്ക് ധനുവിൻ്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കാം. D ആണ് ധനുവിൻ്റെ ഫസ്റ്റ് ലെറ്റർ. D വെച്ചിട്ട് നമുക്ക് ഉണ്ട് കഴിച്ച് എല്ലാം ആ ഒരു നട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഫ്രൂട്ട്സ് ആ ഒരു ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ആൽമണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത സാധനം എടുക്കാം. അപ്പോൾ ഗൈസ്, D ഫോർ ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഡേറ്റ്സ് ആണ്. എനിക്കറിയാം ഈത്തപ്പഴം ചെറുത് വലുതല്ല, കുഞ്ഞിനാണ്. കുഴിയാൻ പോയി കഴിഞ്ഞതിനെ കൊണ്ടാണ് ഈ സ്കൂളിൽ ചേർത്തത്. അപ്പോൾ D ഫോർ ഡേറ്റ്സ് തിരഞ്ഞെടുക്കുകയാണ്. പക്ഷെ എൻ്റെ അക്ഷരത്തിൽ D ഇല്ല. അപ്പം അതിനെ കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്നത് N ആണ്. N ഫോർ ലൈക്ക് നമ്മൾ ആദ്യം കഴിച്ച ആൽമണ്ട് ആണല്ലോ, പക്ഷേ ആൽമണ്ട് അല്ലാണ്ട് നമ്മൾ വേറൊരു നട്ട്സാണ്, നമ്മളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണല്ലോ അതൊരു നട്ട്സായിട്ട് മാറുക. അപ്പോൾ അതാ ഞാൻ പോയി എൻ്റെ നട്ട്സ് എടുത്ത് വരാം. ധൻവിൻ കൃഷ്ണയിലും ഉണ്ട്. ധൻവിൻ കൃഷ്ണയിൽ 2 എണ്ണാണ് കഴിച്ചുള്ളത്, എൻ്റെ ഒന്നും. അപ്പം 3 എണ്ണാണ് ഇപ്പോൾ കഴിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോയി നട്ട്സ് എടുത്ത് വരാം. ഇപ്പോൾ കഴിച്ചത് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നട്ട്സ് ആൽമണ്ട് ഓൾറെഡി കഴിച്ചാണ്. പിസ്ത ഉണ്ട്, പീനട്ട് പേസ്റ്റ്, പിന്നെ പിസ്ത,
ഇഷ്ടമാണ്. നീ എടുത്തു എൻ്റെ പിസ്റ്റയും കൂടി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഒന്നുകൂടി എല്ലാ ഇനിയും വരാണ്ട്. ഇപ്പം എന്നെ ആയിട്ടുണ്ടാണ് രണ്ടാമത്തെ നെയിമുള്ളതും അല്ല ലെറ്റർ എൻ ഇതാ ഫിനിഷ് ആയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ്, ഫുഡ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം നമുക്ക് ധനുവിൻ്റെ സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് എച്ച് ആണ്. എച്ച് വെച്ചിട്ട് ഞാൻ എന്ത് കൊടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടാവും. അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന സംഭവം ഭയങ്കര കോമൺ ആണ്, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. നമുക്ക് പോയി കാണാം. ഇപ്പോൾ ഗൈസ് ഹണിയാണിത്. ഇപ്പോൾ ഗൈസ് ഹണിയാണ്. ഇപ്പോൾ ഹണിയാണ് ധനു തീരെ ഇഷ്ടമുണ്ടാവും. സെക്കൻഡ്സ് ഇല്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഹണി. നിങ്ങൾക്ക് ഇഷ്ടമാണോ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഗൈസ് അടുത്ത എൻ്റെ ലെറ്റർ വി ആണ്. ANV ആണ്. വി ഫോർ വെജിറ്റബിൾസ് ആണ് വീസ് എടുത്തിട്ടുള്ളത്. ഞാൻ ബൗളിലിട്ടതാണ്, പക്ഷേ വിചാരിച്ചു കഴിക്കാൻ വിചാരിച്ചു. ഞാൻ കുക്കുംബറാണ് എടുത്തത്. ഞങ്ങൾക്ക് രണ്ടാം കുക്കുംബറാണ് ഇഷ്ടം. ഗൈസ് എനിക്കും ഇഷ്ടമാണ്, ഓനും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ ഇത് വെച്ച് പല വെറൈറ്റി കുക്കുംബർ നൂഡിൽസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാൾ സീമിസായിട്ട് രണ്ടും കഴിക്കുന്നുണ്ട്. നമുക്ക് അകത്തൊരു കാരണം കറിയിലിട്ടാൽ ഇഷ്ടമാണ്, വേവിച്ചാൽ ഇഷ്ടമാണ്. വേവിച്ചാൽ എന്താണെന്നറിയാത്തൊരു മധുരം ഇതിന് വരും. ചില കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ. കണ്ടിട്ടുണ്ട് ചിലയൊന്നും ഭയങ്കര കുഴപ്പമൊന്നും എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ലെറ്റർ വി ഇതാ ധനുവും കഴിച്ചിട്ടുണ്ട്, ഞാനും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ധൻവിന് വി ഉണ്ട്. ഇപ്പോൾ വി ലെറ്റർ ഇതാ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ധനുവിൻ്റെ തേർഡ് ലെറ്റർ എന്ന് പറയുന്നത് A ആണ്. A ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാണ് എൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വരുന്നത് I ആണ്. കാരണം എണ്ണ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വി ആണ്. വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് I ആണ്. ഐയും കൂടി കഴിഞ്ഞാൽ ധനുവിൻ്റെ എല്ലാം ലെറ്റർ കഴിയും. എൻ്റെ ഇനിയും ഉണ്ട് ഗൈസ്. അപ്പം എൻ്റെ ഇതിലും I ഉണ്ട്. അൻവിക പറഞ്ഞിട്ടുള്ള ANVI ആണിത്. I4 നമ്മൾ എന്താ എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം എന്താ പറയുക തീർന്നുണ്ട് എന്നാണ് പറയുന്നത്. പോയി നോക്കാം തീർന്നുണ്ടോ. ഐസല്ല ഐസ്ക്രീമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. പൈസയുടെ നമ്മൾ ഐസ്ക്രീം എടുത്ത് വരും. അപ്പോൾ കഴിച്ച ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. മാംഗോ ആണ് കേട്ടോ ഐസ്ക്രീം. ഐസ്ക്രീം I ആണ്. I for ഐസ്ക്രീം. സ്ട്രോബെറി ഉണ്ട്. എനിക്ക് മാംഗോ അതിനെക്കൊണ്ടാണ് ഞാൻ മാംഗോ എടുത്തത്. I for ഐസ്ക്രീം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പം ധൻവിൻ്റെ പേര് ഇതാ കഴിഞ്ഞിരിക്കണം. എൻ്റെ പേരാണ് ഗൈസ്. എൻ്റെ പേരിൽ എനിക്ക് K ബാക്കിയുണ്ട്. K വെച്ചിട്ട് നമ്മൾ എന്താ കഴിക്കാൻ പോകുന്ന വെച്ചാൽ എന്താന്ന് എനിക്കും അറിയില്ല. കാരണം ഞാൻ ബാക്കി എല്ലാ സംഭവവും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് K മാത്രം കിട്ടിയില്ല. നമുക്ക് K വെച്ചിട്ട് ഫുഡ് നമുക്കൊന്ന് നോക്കാം എൻ്റെ അടുത്ത് ഉണ്ടോന്ന്. അപ്പോൾ ഗൈസ്
ഫോർ കെച്ചപ്പാണ് ഗൈസ് എടുത്തിട്ടുള്ളത്. കെച്ചപ്പാണ്. എനിക്ക് ഒന്നും കിട്ടിയില്ല, കാരണം കിവി എപ്പോഴും നമ്മളെടുത്തുണ്ടാകുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ വാങ്ങിയില്ല. അത് കണ്ടൊരു കിവിയും ഇല്ല. ഇവനെ കൊടുക്കണമെന്ന് എനിക്ക് അറിയാം, കാരണം ഇവൻ്റെ ഓൾറെഡി തീർന്നാണ്. പക്ഷെ ഇവൻ്റെ ധൻവിൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരിൽ കെ ഉണ്ട്. പേരിലെന്തെങ്കിലും കൊടുക്കാം. ഇതാ അവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ധനു ഇല്ല ഗൈസ്, ധനു അപ്പുറത്താണുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊടുത്തുള്ള ബെല്ലിലേക്ക് ഇത്രയേ ഉള്ളൂ. ധനുവും കഴിച്ചിട്ടുണ്ടായിരുന്നു. ബൈ.